അധ്യായം 5. ആദാമിന്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമെന്ന് പേരിടുകയും ചെയ്തു. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ശേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോശിനെ ജനിപ്പിച്ചു. ഏനോശിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ശേത്തിന്റെ ആയുഷ്കാലം ആകെ 912 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഏനോശിന് 90 വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു. കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോശ് 815 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഏനോശിന്റെ ആയുഷ്കാലം ആകെ 905 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. കേനാന് 70 വയസ്സായപ്പോൾ അവൻ മഹലലേലിനെ ജനിപ്പിച്ചു. മഹലലേലിന് ജനിപ്പിച്ച ശേഷം കേനാൻ 840 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. കേനാന്റെ ആയുഷ്കാലം ആകെ 910 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. മഹലലേലിന് 65 വയസ്സായപ്പോൾ അവൻ യാരെദിനെ ജനിപ്പിച്ചു. യാരെദിനെ ജനിപ്പിച്ച ശേഷം മഹലലേൽ 830 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മഹലലേലിന്റെ ആയുഷ്കാലം ആകെ 895 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. യാരെദിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരെദ് 800 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരെദിന്റെ ആയുഷ്കാലം ആകെ 962 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. മെഥൂശലഹിന് 187 വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്കിനെ ജനിപ്പിച്ച ശേഷം മെഥൂശലഹ് 782 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മെഥൂശലഹിന്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേക്ക് 595 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ലാമേക്കിന്റെ ആയുഷ്കാലം ആകെ 777 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ശേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു.